തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഫോറിൻ കോപ്പറേഷൻ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട ടേംസ് അതാണ് പറയുന്നത്. കാര്യം നമ്മളെ മത്സര പരീക്ഷകൾക്കും മറ്റും ധാരാളം ചോദിക്കുന്ന ചില ടേംസ് ഉണ്ട് ഫോറിൻ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. അപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുമെന്ന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ 13 ക്ലാസ്സുകളിലായിട്ട് ഫോറിൻ കോപ്പറേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോപ്പറേഷൻ തുടക്കം പഠിച്ചു. അത് കഴിഞ്ഞ് ഫോറിൻ കോപ്പറേഷൻ വിവിധ രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവിടുത്തെ സഹകരണ വിശേഷങ്ങളെല്ലാം കാണുകയുണ്ടായി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. പരീക്ഷയാകുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചോദ്യപേപ്പർ കാണുമ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്ന രാജ്യത്തെയാണത് ആ വാക്ക് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലണ്ട് ആയിട്ട് ബന്ധപ്പെട്ട ചില ടേംസാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ്. ACCA അഗ്രികൾച്ചറൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ, ACCA അഗ്രികൾച്ചറൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ എന്ന് പറയും. അതുപോലെ CWS കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിലെ റീറ്റെയിൽ സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനാണത്. കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇംഗ്ലണ്ടിലെ അതിനെ പറയുന്നതാണ് CWS എന്ന് പറയും. AFF അഗ്രികൾച്ചറൽ ഫിനാൻസ് ഫെഡറേഷൻ, ഇനി ജർമ്മനിയിലെ വാക്കുകൾ ശ്രദ്ധിക്കാം. EDECA ഹോൾസെയിൽ സൊസൈറ്റി ഓർഗനൈസ്ഡ് ബൈ റീറ്റെയിൽ മർച്ചൻസ് ഓഫ് ജർമ്മനി. ഇപ്പോൾ ജർമ്മനിയിലെ ചെറുകിട വ്യാപാരികളുടെ ഒരു ഹോൾസെയിൽ ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഹോൾസെയിൽ സൊസൈറ്റിയാണ്. അവർ രൂപീകരിച്ചിരിക്കുന്ന സൊസൈറ്റിയാണ് EDECA എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ എന്ന് പറയും. ജർമ്മനിയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹാംബർഗ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുക. വർക്കേഴ്സ് അസോസിയേഷൻ ജർമ്മനിയിലെ വർക്കേഴ്സ് അസോസിയേഷനെ ഹോംസ്റ്റെഡ്സ് എന്നാണ് പറയുക. ഹോംസ്റ്റെഡ്സ്. അയർലൻഡിലോട്ട് ചെല്ലാം. അയർലൻഡിൽ ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. IAOS ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. അതുപോലെ അവിടുത്തെ ഡയറി സൊസൈറ്റീസ് അറിയപ്പെടുന്നത് ക്രീമറീസ് എന്നാണ്. കാനഡയിലെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് ഡൊമീനിയൻ ഗ്രേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ചൈന. അതുപോലെ ഫ്ലവർ പ്രൊഡ്യൂസ്ഡ് ബൈ വീറ്റ്പൂൾ ഇൻ കാനഡ. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കോപ്പ് എന്നാണ് പറയുക. കോപ്പ് ബ്രാൻഡ് നെയിം ഓഫ് ഫ്ലവർ പ്രൊഡ്യൂസ്ഡ് ബൈ വീറ്റ്പൂൾ ഇൻ കാനഡ. CHF എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ കാനഡ. CDF കനേഡിയൻ കോഓപ്പറേറ്റീവ് യൂണിയനാണ്. ഫസ്റ്റ് ക്രെഡിറ്റ് യൂണിയൻ ഇൻ കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC പോപ്പുലാറി. അതുപോലെ അവിടുത്തെ വീറ്റ്പൂൾസ് ഗ്രെയിൻ ഗ്രോവേഴ്സ് ഓഫ് കാനഡ. വീറ്റ്പൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗ്രെയിൻ ഗ്രോവേഴ്സ് ഓഫ് കാനഡ. അതിനെയാണ് വീറ്റ്പൂൾസ് എന്ന് പറയുന്നത്. റഷ്യയിലെ കൊൾക്കോസ് കളക്റ്റീവ് ഫാംസാണ്. സഹകരണ മേഖലയിലെ കളക്റ്റീവ് ഫാംസാണ് റഷ്യയിലെ കൊൾക്കോസ്. സെൽപോസ് പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ്.
റഷ്യയിലെ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസാണ് സെൽപോസ്. സെൻട്രോ സൂയസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിയൻ ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് ഇൻ റഷ്യ. അല്ലെ ആർട്ടൽ, ലേബർ ആർട്ടൽ, അതായത് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ നമ്മൾ ആർട്ടലുകൾ എന്നാണ് പറയുക. റഷ്യയിലെ സഹകരണ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് ആർട്ടൽ, ലേബർ ആർട്ടൽ. ഇസ്രയേല് പ്രധാനപ്പെട്ട ചില പദങ്ങൾ. ഹിസ്റ്റാഡ്രട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ഫെഡറേഷൻ ഓഫ് ലേബർ ഇൻ ഇസ്രയേൽ. നാഷണൽ ലെവലിലുള്ള ഒരു ജനറൽ ഫെഡറേഷനാണ് ലേബർ സൊസൈറ്റി, ഹിസ്റ്റാഡ്രട്ട്. അതുപോലെ സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ ഇസ്രയേൽ ഇൻ 1923, അതാണ് ഹേവർട്ട് ഓഡിൻ. കിബുട്സ് വളരെ പ്രധാനപ്പെട്ടാണ്. കിബുട്സ്, വോളണ്ടറി കമ്മ്യൂൺ ഇൻ ഇസ്രായേൽ. കമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്, ഒരു സമൂഹമാണ്. അതിനെയാണ് കിബുട്സ് എന്ന് പറയുക. മോഷോ ഓഡി എന്ന് പറയുന്ന വർക്കേഴ്സ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ. വർക്കേഴ്സ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ നോൺ ആസ് മോഷിവ് ഓഡി. കോപ്പറേറ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ നോൺ ആസ് മോഷിവ് ഷിറ്റുഫി. മോഷവ് ഷിറ്റുഫി. മോഷവ് ഓളിം എന്ന് പറയുന്ന ഇമിഗ്രൻ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ. മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ഇൻ ഇസ്രായേൽ, അതാണ് TNUVA എന്നറിയപ്പെടുക. ഡെൻമാർക്കിലെ സഹകരണ പദങ്ങളാണ് ആൻഡൽസ് ബാങ്കൻ, കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡെൻമാർക്ക് ഇൻ 1925. അവിടെ FDB, ഹോൾസെയിൽ സൊസൈറ്റി ഓർഗനൈസ്ഡ് ബൈ റീറ്റെയിൽ സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക്. ലൂർ ബ്രാൻഡ്, പരീക്ഷകൾക്ക് ധാരാളം ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് ലൂർ ബ്രാൻഡ്. ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രൊഡക്ട്സ് ഓഫ് ഡാനിഷ് ഡയറി അസോസിയേഷൻ. ഡെൻമാർക്കിലെ ഡാനിഷ് ഡയറി അസോസിയേഷൻ്റെ ഡയറി ഉൽപ്പന്നങ്ങളുടെ ഒരു ട്രേഡ് നെയിമാണ് ലൂർ ബ്രാൻഡ് എന്ന് പറയുക. ആൽക്ക എന്ന് പറയുന്നത് നെയിം ഓഫ് ഇൻഷുറൻസ് സൊസൈറ്റി ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റിയാണ് ആൽക്ക. നോർഡിക് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പർച്ചേസ് സൊസൈറ്റി ഇൻ ഡെൻമാർക്ക്. അതുപോലെ ഇറ്റലിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ. ഇറ്റലിയിലെ സാധാരണ വിശേഷം നമ്മൾ പഠിച്ചപ്പോൾ ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, എൻ്റെ. നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇറ്റലി ഈസ് നോൺ ആസ് എൻ്റെ. അതുപോലെ ബാങ്ക പോപ്പുലർ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓർഗനൈസ്ഡ് ബൈ ലുസാട്ടി. ലുസാട്ടി ഓർഗനൈസ് ചെയ്ത ബാങ്കുകളെയാണ് ബാങ്ക പോപ്പുലേറി എന്ന് പറയുക. അതുപോലെ കാസെ റൂറാലി എന്ന് പറയുന്ന ഊളൻബർഗ് ഓർഗനൈസ് ചെയ്ത കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓർഗനൈസ്ഡ് ബൈ ഊളൻബർഗ്, കാസെ റൂറാലി. ചൈനയിലെ ഇൻഡസ്കോസ് പ്രധാനമാണ്. ഇൻഡസ്കോസ്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ചൈന വിച്ച് അണ്ടർടേക്ക് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ഐറ്റംസ്. അവശ്യ വസ്തുക്കൾ കൊടുക്കുന്നതിന് വേണ്ടി ചൈനയിൽ ആരംഭിച്ച ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഇൻഡസ്കോസ് എന്ന പേരിൽ അറിയപ്പെടുക. പീപ്പിൾസ് കമ്മ്യൂൺ എന്നറിയപ്പെട്ടിരുന്നത് ചൈനയിലെ വർക്കേഴ്സ് ഗ്രൂപ്പാണ്. അതുപോലെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ചൈനയാണ് APC എന്ന് പറയുക. സ്പുട്നിക് ഓർത്തിരിക്കണം, സ്പുട്നിക് കമ്മ്യൂൺ ഫോംഡ് ബൈ APCs ഓഫ് ചൈന. ചൈനയിലെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് എല്ലാം കൂടെ ചേർന്നൊരു കമ്മ്യൂൺ, അതിനെയാണ് സ്പുട്നിക് എന്ന് പറയുക. സ്വീഡനിൽ ഇതുപോലെ KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയനാണ്, അതായത് കോപ്പറേറ്റീവ് പാർബണ്ടറ്റ് എന്നാണ്, ഹോൾസെയിൽ സൊസൈറ്റിയാണ്. അതുപോലെ പബ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ സ്റ്റോക്ക്ഹോമിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക്ഹോം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഓഫ് സ്റ്റോക്ക്ഹോം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് PUB, പബ് എന്നറിയപ്പെടുക. ഡോമസ്, DOMUS, ഡോമസ് എന്നറിയപ്പെട്ടിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഓഫ് റീറ്റെയിൽ സൊസൈറ്റീസ് ഇൻ
സ്വീഡൻ. അതുപോലെ സ്വീഡിഷ് ഡയറി അസോസിയേഷനാണ് SMR. അതുപോലെ സ്വീഡനിലെ 13 സഹകരണ അസോസിയേഷനുകളുടെ ഒരു ഫെഡറേഷൻ അറിയപ്പെട്ടിരുന്നത് SL എന്നാണ്. SL, ഫെഡറേഷൻ ഓഫ് 13 കോപ്പറേറ്റീവ് അസോസിയേഷൻസ് ഇൻ സ്വീഡൻ, FSL. ജപ്പാനിൽ KOH, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാൻ, അറിയപ്പെട്ടിരുന്നത് KOH എന്നുള്ള പേരിലാണ്. അതുപോലെ KOH ടോക്കോ എന്ന് പറയും. അത് സെൻട്രൽ ഓർഗനൈസേഷൻ, KOHൻ്റെ സെൻട്രൽ ഓർഗനൈസേഷനാണ് KOH ടോക്കോ. യൂണികോപ്പ് എന്ന് പറയുന്നത് ജപ്പാനിൽ ഫോറിൻ ട്രേഡ്, അതായത് അഗ്രികൾച്ചർ, ഫിഷറി, ഫോറസ്ട്രി ഈ മേഖലകളിൽ ഫോറിൻ ട്രേഡ് കണ്ടക്ട് ചെയ്തിരുന്ന അറിയപ്പെടുന്ന പേരാണ് യൂണികോപ്പ്. നിസെയ്ക്കോ എന്ന് പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാനാണ്. NISSEIKYO. നാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ, അതറിയപ്പെട്ടിരുന്ന സെനോ എന്നുള്ള പേരിലാണ്. റഷ്യയിലെ നമ്മൾ കണ്ടു. അതുപോലെ ഇനി അമേരിക്കയിലെ ബീസ്, ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അമേരിക്ക, ബീസ്. അതുപോലെ ഗ്രാഞ്ചസ് എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ കോപ്പറേറ്റീവ് യൂണിയനാണ്, ഗ്രാഞ്ചസ്. അതുപോലെ കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അമേരിക്കയിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ USA അറിയപ്പെട്ടിരുന്നത് കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ് എന്നാണ്. അതുപോലെ കാമൂസി കോപ്പ് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഹൗസിംഗ് സെക്ടർ, ഫ്രാൻസിലെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സെക്ടറാണ് കാമൂസി കോപ്പ്. ഈ പദങ്ങളെല്ലാം തന്നെ ഈ സഹകരണ വിഷയങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളിലെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പദങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതെല്ലാം ധാരാളം പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇതിൽ നിന്ന് പല പദങ്ങളും. അതുകൊണ്ടിത് നിങ്ങൾ ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലുമൊക്കെ പദങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.